മക്കളെ, ഈ വർഷത്തെ ഇംഗ്ലീഷ് എക്സാമിന് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമിൽ ഫുൾ മാർക്ക് വരെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. അത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണ് ഇംഗ്ലീഷിൽ? റൈറ്റിംഗ് സെക്ഷനാണോ, ചാപ്റ്ററിനും പോയന്തിനാണോ, അല്ലെങ്കിൽ ഗ്രാമറിനാണോ? ഞാൻ പറയും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ചാപ്റ്ററാണ്. ചാപ്റ്ററിലെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു 90% അങ്ങനെ തന്നെ കിട്ടും. അതെന്താ കാരണം എന്നറിയും? ഇത് കാരണത്തിലേ ഉള്ളൂ. ചാപ്റ്ററിന് പോയും രണ്ടും കൂടി ചേർത്തിട്ട് 20 മാർക്കിന് ഡയറക്റ്റ് ചോദ്യങ്ങൾ വരും. ഡയറക്റ്റ് ചോദ്യങ്ങൾ. അതുകൂടാതെ 62 മാർക്സിനാണ് നിങ്ങൾ റൈറ്റിംഗ് സെക്ഷൻ വരാൻ പോകുന്നത്. ബാക്കി 8 മാർക്സിനാണ് ഗ്രാമർ വരാൻ പോകുന്നത്. ഓപ്ഷൻ എല്ലാം കൂടി ചേർത്തിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. ആ 62 മാർക്സ് റൈറ്റിംഗ് എങ്ങനെയാണ്? എല്ലാം ചാപ്റ്റർ ബേസ്ഡ് ആണ്. റൈറ്റപ്പ് ആയിക്കോട്ടെ, ക്യാരക്ടർ സ്കെച്ച് ആയിക്കോട്ടെ, നെറേറ്റീവ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം ചാപ്റ്ററിലെ കണ്ടന്റ് ബേസ്ഡ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിലെ കണ്ടന്റ് നിങ്ങൾ വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, ആ ബേസിക് ഫോർമാറ്റും കൂടി നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ 62 മാർക്കും ആ 20 മാർക്ക് കൂടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഗ്രാമർ ആകെ 8 മാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ സൺഡേ ഉള്ള ലൈവിൽ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സും പോയും കവർ ചെയ്യും. ഫുൾ ചാപ്റ്റർ സെറ്റ് ആക്കുക. അടുത്ത ദിവസം വന്നിട്ട് നമ്മൾ ഡിസ്കോഴ്സിൽ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഫോർമാറ്റുകൾ പഠിക്കുന്നു. അതുകൂടാതെ നമ്മൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾ പഠിക്കും. പക്ഷേ നിങ്ങൾ ആലോചിക്കത്തേ ഉള്ളൂ. നിങ്ങൾ എക്സാമ്പിൾ കുറേ പഠിച്ചില്ലെങ്കിൽ അതിന് ഫോർമാറ്റുകളൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ തന്നെ ആ മാർക്ക് കിട്ടി. 62-20 മാർക്ക് കിട്ടി. പിന്നെ രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു? തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും ഗ്രാമറിൻ്റെ ലൈവ് ഉണ്ടാവുക. പരീക്ഷ രാവിലെ 8 മാർക്കിനുള്ള സാധനമുള്ളൂ. അത് ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ പഠിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഓണം എക്സാമിനുള്ള കാര്യങ്ങളെങ്കിലും ഇപ്പോൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മെല്ലെ മെല്ലെ ക്രിസ്മസിനും പബ്ലിക്കിനും നമുക്ക് സെറ്റാക്കി എടുക്കാം. ചാപ്റ്ററിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പഠിച്ചാൽ തീർന്നു. പിന്നെ അത് അടുത്ത പ്രാവശ്യം വെറുതെ റിവൈസ് ചെയ്താൽ മതി. അത് വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ തന്നെ അങ്ങോട്ട് തീർത്തേക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ.